Ladies and gentlemen, welcome back. I'm Muhammad Labi. ഇപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 195 ദിവസമായിട്ട് മൈ പ്രോഗ്രസ് ഓവർ 195 ദിവസത്തിൽ പ്രോഗ്രാമിൽ എനിക്കുണ്ടായ പ്രോഗ്രസ്സാണ് നമ്മൾ നോക്കുന്നത്. 195 ദിവസം എന്ന് വെച്ചാൽ 6 months 1 week and 5 days, 6 മാസം ഒരാഴ്ചയും 5 ദിവസവും. സോ ഇനീഷ്യലി ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു മാക്സിമം 1 month for fumigation and 6 months for കോഴ്സ്. 7 മാസം കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ജോലിയായിട്ട് ഇറങ്ങുന്നായിരുന്നു. ബട്ട് സ്റ്റിൽ ഫോർവേഡ് ഹിയർ. ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് തന്നെ 7 മാസമായി. ഇപ്പോൾ സ്റ്റിൽ ഒരു വീക്ക് ബാക്ക് ഒരു എക്സ്റ്റൻഷൻ ഇല്ലാതെ പോവുകയാണെങ്കിൽ ഇനിയും എനിക്കൊരു 4 മാസം സംതിങ് 4.5 മാസം വേണം. അതും വീക്ക് ബാക്ക് ഒന്നും ഇല്ലാതെ പോവുകയാണെങ്കിൽ. ഇപ്പോൾ ഇത് റെക്കോർഡ് വെച്ച് നോക്കുമ്പോൾ സ്റ്റിൽ ഇമ്പോസിബിൾ, ബട്ട് വി ക്യാൻ ട്രൈ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടുള്ള ഇപ്പോൾ ഉള്ളതിൽ മേ ബി ഒരു 2 weeks ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനിടയിൽ നമ്മളെ പ്രോഗ്രസ് കാര്യമായിട്ട് എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ലാസ്റ്റ് വീക്കിനേക്കാളും ഈ വീക്ക് നോക്കുമ്പോൾ കുറച്ചൊരു പിന്നോട്ടടിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ലാസ്റ്റ് വീക്ക് നമ്മൾ കുറച്ചുകൂടെ ചെയ്യാൻ പറ്റിയിരുന്നു, പക്ഷേ ഈ വെക്കില്ല. അപ്പോൾ ഈ വീക്കിൽ എനിക്കിപ്പോൾ ഇനിയുള്ള മുന്നോട്ട് എനിക്ക് കുറച്ചുകൂടെ എൻ്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം തിരിഞ്ഞു നോക്കുമ്പോൾ സംഭവം കോൺഫിഡൻസ് അതൊക്കെ ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ എൻ്റെ ഇംഗ്ലീഷ് ഗ്രാമർ വൈസ് നോക്കുകയാണെങ്കിലും ആൻഷ്യൻ്റ് ആംഗിൾ പക്കാ മോശമാണ്. അതിപ്പോൾ ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ ഒരു ശ്രദ്ധ വരുത്തണം എന്നുള്ളത് വന്നപ്പോൾ മൈ കാരണവൻ പറഞ്ഞപ്പോഴാണ്. ഇപ്പോൾ മൂപ്പനാണ് കുറച്ചുകൂടെ നമ്മൾ പഠിക്കുമ്പോഴായിരിക്കും ഇംഗ്ലീഷ് ഇവിടുന്ന് ഇറങ്ങിയിട്ടൊക്കെ സെറ്റാക്കുക അങ്ങനെ ആക്കുക. അങ്ങനല്ല, ഇപ്പോൾ ഉള്ളപ്പോൾ തന്നെ പ്രാക്ടീസ് അതിൽ മാത്രമേ നടക്കുന്നതാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇംഗ്ലീഷ് ബെറ്റർ ആക്കണം എന്നുണ്ട്. അപ്പോൾ അതിനൊരു ഗ്രൗണ്ട് റൂൾസ് ഒരു സംതിങ് ഐ ഹാവ് ടു ഫൈൻഡ് ആൻഡ് അതിനുള്ളൊരു സംഭവമാണ് ഞാനിപ്പോൾ ഈ സാധാരണ ടെക്നിക്കൽ വീഡിയോസ് ഞാൻ അൺലിസ്റ്റ് ചെയ്തിട്ടേ ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. പ്രോഗ്രസ് വീഡിയോ എടുക്കുന്നതിൽ അത്ര ഇമ്പോർട്ടൻസ് ഞാൻ ടെക്നിക്കൽ വീഡിയോസിന് കൊടുക്കാറില്ല. അപ്പോൾ ഈ വീക്ക് മുതൽ ഞാൻ ടെക്നിക്കൽ വീഡിയോസും പബ്ലിക്കാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് അതിൽ വേണ്ടി വരും. ഇപ്പോൾ അതിന് ട്രൈ ആണ്. അതുപോലെ തന്നെ ഏഷ്യൻ്റെ ഏത് സംസാര ശൈലി ഇംഗ്ലീഷിൽ അത് ബെറ്ററാക്കാൻ നോക്കാണ്. പിന്നെ വരുന്നത് ഇപ്പോൾ ലാസ്റ്റ് ടൈമിനേക്കാളും കുറച്ചുകൂടെ ഒരു മോർണിംഗ് റൊട്ടീന് കുറച്ച് കൃത്യമാക്കി റെഡിയാക്കി കൊണ്ടുവരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ദർ ഇസ് എ റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഐ ഹാവ് ടു ഇംപ്രൂവ് ദാറ്റ്. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ ഇവിടെ പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ ഞാൻ മാക്സിമം എൻ്റെ പറയാൻ ശ്രമിക്കും. ഞാൻ എവിടെ ചാൻസ് ഇട്ടാലും ഞാൻ പബ്ലിക് സ്പീക്കിംഗ് ഞാൻ കയറി പറയും. അപ്പോൾ എൻ്റെ ഒരു ചങ്ങായി ചോദിച്ചു, ഈ ഇപ്പോൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞല്ലോ, അപ്പോൾ പിന്നെ എന്താണ് എല്ലാ ചാൻസിലും കയറി ഇങ്ങനെ പറയുന്നത്? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. പിന്നെ അതുപോലെ തന്നെ ആണെങ്കിലും ഞാൻ വീഡിയോസ് നോക്കുകയാണെങ്കിലും ഞാൻ വെറുതെ യൂട്യൂബിൽ ഇങ്ങനെ കുറേ അധികം വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അതിന് എന്താണെന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ എന്ന് വെച്ചാൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്തായാലും വൺ ഡേ ഐ വിൽ സ്പീക്ക് ആൻഡ് ദ വേൾഡ് വിൽ ലിസൺ മീ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തണമെങ്കിൽ ഞാൻ മാക്സിമം മിസ്റ്റേക്സ് എന്തായാലും ഒരു മിസ്റ്റേക്കില്ലാണ്ട് ഓവർനൈറ്റിൽ എനിക്ക് പെട്ടെന്ന് ഞാനൊരു സംഭവമായിട്ട് എവിടെയും പ്രസംഗിക്കാൻ പറ്റില്ല. കയറി ഇപ്പോൾ പറയുമ്പോൾ തന്നെ സാധാരണ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് ആരും ഉണ്ടാവില്ല. ഇതിലിപ്പോൾ എൻ്റെ ഇപ്പുറത്ത് ഷൗക്കുണ്ട്, അവരൊക്കെ ഉണ്ട്. പക്ഷേ സ്റ്റിൽ എങ്ങനെ വെച്ചാൽ ഐ ഹാവ് ടു ഡു വൺ ഡേ ഇത്. പക്ഷേ ഒരിക്കലും നമുക്ക് എന്തായാലും ചെയ്യണം. അതിപ്പോൾ എത്രയും പെട്ടെന്നാണെങ്കിൽ അത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സക്സസ്ഫുള്ളായി നമ്മളൊരു നമ്മൾ ലക്ഷ്യം വെച്ച സാധനം എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ടെക് ടോക്ക് അതല്ല സ്റ്റീവ് ജോബ്സും നെഹ്റു ഒക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതൊരു പ്രസംഗം, സ്റ്റീവ് ജോബ്സിൻ്റെ ഒക്കെ പ്രസംഗം. അതിൻ്റെ ഒരു ഏലത്തില്ലെങ്കിൽ എവിടെയെങ്കിലും എത്തണമെങ്കിൽ വി ഹാവ് ടു ഡു ദാറ്റ്. എന്ന് വെച്ചാൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യുക, അതിൽ നിന്ന് ബെറ്റർ ആക്കുക എന്നുള്ള അല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് എത്ര മാക്സിമം മിസ്റ്റേക്സ് ചെയ്യാൻ പറ്റുമോ അത്രയും മാക്സിമം മിസ്റ്റേക്സ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് പറഞ്ഞൊരു സാധനം ഞാൻ ഓർമ്മിക്കില്ല, എന്നോട് പറഞ്ഞല്ല, ഉപ്പ് ഒരാളോട് പറയാൻ ഞാൻ ശ്രദ്ധിച്ചാണ്. വെച്ചാൽ ഇപ്പോൾ ഒരു ബിസിനസ്സിലാണെങ്കിൽ എന്തിലാണെങ്കിലും മാക്സിമം തോൽവി തുടക്കത്തിൽ തന്നെ വാങ്ങുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മാക്സിമം ഫെയിലിയർ തുടക്കത്തിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു സമയത്ത് നമ്മൾ നല്ല പീക്കിലെത്തി ഫെയിലിയർ വരുമ്പോൾ നമുക്ക് ചിലപ്പം പകച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു സാധനമുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ഒക്കെ എടുത്താൽ എനിക്ക് പോലും കാണില്ല എന്തൊക്കെയാണ് ചെയ്ത് വെച്ചാൽ. പക്ഷെ അതിൽ നിന്നിപ്പം മാറി പിന്നെ 3 വർഷം കഴിയുമ്പോൾ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റും. പിന്നെ നെയിൽ സാർ പറഞ്ഞ സാധനം ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ പഴയ പോസ്റ്റൊക്കെ അടുന്നോട്ടെ, ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞോട്ടെ അടുന്നോട്ടെ. അപ്പോൾ അത്
പിന്നെ നോക്കുമ്പോൾ ഒരു ഇതുള്ള ഈ രീതിയിൽ തന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കൊരു ചാൻസ് കിട്ടുക ഞാൻ മാക്സിമം എവിടെയെങ്കിലും കയറി പറയും. ബാക്കിയുള്ള എന്ത് പറഞ്ഞു ഒരു പറയട്ടെ, അവർക്കത് പറയണ്ട. പക്ഷെ അതൊന്നുമല്ല എന്ന് വെച്ചാൽ മാക്സിമം മിസ്റ്റേക്ക് വരുത്തുക. പറഞ്ഞു എനിക്ക് പേടിയോ പോയി. അങ്ങനെയാണ് കഴിഞ്ഞൊരു വീക്ക് പോയത്. ഇനിയിപ്പോൾ 11th വീക്കിലാണ്. 11th വീക്കിൽ ഇപ്പോൾ കുറച്ച് പണിയുണ്ട്. പിന്നെ 11th വീക്ക് മുമ്പത്തെ വീക്കുമായിട്ട് കാര്യമായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര ഒരു ടഫായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ആവണം ചിലപ്പോൾ ഞാൻ ഒന്ന് പിന്നോട്ടടിച്ചത്. ഇതൊക്കെ അത്രയുള്ള പിന്നെ ചെയ്യാന്നുള്ളൊരു പ്രൊക്രാസ്റ്റിനേഷൻ പിന്നെ ചെയ്യാനുള്ള മാറ്റി വെച്ചതാണ്. അതിനും ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് എല്ലാം ഒരു വീക്കിൽ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളുള്ളൂ. പക്ഷെ നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ് ഒരു സാധനം. പക്ഷെ ഇരുന്ന് കിട്ടാൻ നല്ല പണിയാണ്. അവിടെയാണ് ഈ ഒരു പ്രോഗ്രസ് വന്നത്. പിന്നെ ടൈപ്പിങ്ങിൽ നല്ലൊരു പ്രോഗ്രസ് ആവശ്യമുണ്ട്. ഞാനിപ്പോൾ എവിടെ നിന്നാണോ അവിടെ തന്നെയാണ് ടൈപ്പിങ്ങിൽ ഇരുന്നത്. 35, 36, 39 അതിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തട്ടി കളിക്കുന്നതെന്നല്ലാണ്ട് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുണ്ട്. പിന്നെ പ്രോഗ്രസ് വീഡിയോ ഇംഗ്ലീഷിലേക്ക് ആക്കണമെന്നുണ്ട്. ഇംഗ്ലീഷിലാക്കുക വെച്ചാൽ ഇപ്പോൾ ഞാൻ എന്തൊക്കെ മനസ്സിൽ വരുന്നു ആ സെയിം സാധനം എനിക്ക് ഇംഗ്ലീഷിലേക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ വെച്ചാൽ ഇല്ല. അപ്പോൾ പോയിൻ്റ് അല്ല, മേ ബി ഇറ്റ് വിൽ കം സൂൺ. എന്നുവെച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് കുറച്ചുകൂടെ എനിക്കൊരു എന്തും പറയാൻ പറ്റുന്നൊരു ധൈര്യം വന്ന് ഞാനപ്പോൾ പറയും. പക്ഷേ ഗ്രാമർ മിസ്റ്റേക്ക് ഇപ്പോൾ അത്ര ആയില്ലെങ്കിലും വിൽ ട്രൈ ടു മാക്സിമം. ഇനിയിപ്പോൾ എന്താ പ്ലാൻ എന്ന് വെച്ചാൽ ഇപ്പോൾ 11th വീക്ക് ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കയറണം. അത് കഴിഞ്ഞിട്ട് ഹോസ്റ്റിംഗ് ആണ് വരുന്നത്. ഹോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് DS വരുന്നുണ്ട്. DS ഇപ്പോൾ എൻ്റെ ചങ്ങന്മാർക്കാകെ കുടുങ്ങിയിട്ട് ഫുള്ള് സീനാന്ന് പറഞ്ഞത്. വി ക്യാൻ ട്രൈ. പിന്നെ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ അതർ സ്റ്റിൽ പ്രോഗ്രസ്. പിന്നെ ഈ ഒരു ഗ്യാപ്പിൽ മോട്ടിവേഷൻ ഇപ്പോൾ ചില സമയത്ത് നമുക്ക് തീരെ ചെയ്യാൻ തോന്നില്ല. അപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് എവിടെ എത്തണം, വാട്ട് ഐ വാണ്ട് ടു ബി. അപ്പോൾ ആ പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യം ചെയ്താൽ എനിക്ക് 5 വർഷം കഴിഞ്ഞിട്ട് ആ പൊസിഷനിലേക്ക് എത്താൻ പറ്റില്ല. ഇഫ് ദ ആൻസർ ഈസ് നോ, ദെൻ ഡു വാട്ട് എ തിങ് ദാറ്റ് എന്നെ അവിടെ എത്തിക്കുന്ന സാധനം എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു 2 ദിവസമൊക്കെ നൈസ് ക്വസ്റ്റ്യനാണ്. 2 ദിവസമൊക്കെ അതിമ്മ പിടിച്ച് മോട്ടിവേഷൻ കിട്ടി. പിന്നെ 3-ാം ദിവസം എന്ത് തേങ്ങ അതൊന്നും ചോദിച്ചിട്ടൊരു കാര്യം കിട്ടിയില്ല. പിന്നെ എനിക്ക് മനസ്സിലാച്ച മോട്ടിവേഷൻ വി ഹാവ് ടു ഫൈൻഡ് ദാറ്റ് ഷീറ്റ്. നമ്മളെന്ത് മുന്നോട്ട് പോകുന്നിരിക്കുന്നത് അത് നമ്മൾ തന്നെ കണ്ടെത്തണം. ഇപ്പോൾ ഡേവിഡ് ഗോഗിൻസിൻ്റെ കൺഹർട്ട് മീയിൽ മൂപ്പര് സീനുണ്ട്. മൂപ്പര് ഫസ്റ്റായിട്ടൊരു 100 മൈൽ ഓടിയിട്ട് ആകെ അടിപ്പോയി. എന്നുവെച്ചാൽ ബോഡി പമ്പം വീക്കായിട്ട് ബാത്റൂമിൽ ഇരുന്നൊരു സീനുണ്ട്. അതിൽ മൂപ്പരെ വൈഫ് മൂപ്പര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കാരണം മൂപ്പര് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഒരു പെയിൻ കില്ലേഴ്സ് വരും. അത് വേണ്ട, മൂപ്പർക്ക് ആ പെയിൻ അനുഭവിക്കണം. ഈ ഒരു മെൻറ്റാലിറ്റിക്കെല്ലാം എത്തണമെങ്കിൽ നല്ല പണിയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു മെൻറ്റാലിറ്റി ഇല്ലെങ്കിൽ നമ്മളെ തന്നെ പുഷ് ചെയ്യുന്നൊരു സാധനം കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു സ്ട്രോങ് വൈ. ഓർ അപ്പോൾ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ, ഹൗ ടു ഡു വാട്ട് ഐ സപ്പോസ് ടു ഡു വെൻ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ് ഇറ്റ്. അപ്പോൾ അത് സെർച്ച് ചെയ്തുകൊണ്ടൊക്കെയാണ്. ഐ ഹോപ്പ് വൺ ഡേ ഐ വിൽ ഗെറ്റ് ദ ആൻസർ. That's all. Until next time, take care. Peace out.